ഹലോ ഡാർലിങ്സ്, റിയാലിറ്റി ബൈ ഷാരികയുടെ റിയാലിറ്റി റിയാക്ഷൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഏവർക്കും എന്ന് പറഞ്ഞാൽ എന്നെ ഇഷ്ടപ്പെടുന്ന, എൻ്റെ കണ്ടന്റുകൾ ഇഷ്ടപ്പെടുന്ന, ഞാൻ ഈ കണ്ടന്റിൽ പറയുന്ന ആൾക്കാരെ ഇഷ്ടപ്പെടുന്നവർ മാത്രം, അവർക്ക് മാത്രമാണ് എൻ്റെ സ്വാഗതം. വേറെ കമൻറ്റോളികളായിട്ടുള്ള സൈബർ ബുള്ളിങ് അല്ല, സൈബർ റേപ്പിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ വെർബൽ റേപ്പിസ്റ്റുകൾ ബാൻ ചെയ്തിരിക്കുന്നു. ഈ ചാനൽ കാണാൻ ഞാൻ തന്നെ ബാൻ ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് സ്കിപ്പ് അടിച്ചു പോകാം, നിങ്ങൾ നോട്ട് ഇൻട്രസ്റ്റ് കാണിക്കാൻ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതല്ല വന്ന് കയറി തിരിച്ച് മേടിച്ചിട്ടേ പോകത്തുള്ളെങ്കിൽ ഓക്കെ. എങ്കിലും ഞാൻ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നത് തുടക്കത്തിലേ പറഞ്ഞേക്കാം, എന്നെ ഇഷ്ടപ്പെടുന്ന, എൻ്റെ ചാനൽ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം കണ്ടാൽ മതി. എനിക്ക് ഒരു നിർബന്ധവും ഇല്ല എല്ലാവരും എൻ്റെ കണ്ടന്റ് കാണണം, ചാനൽ കാണണം, എന്നെ ഫോളോ ചെയ്യണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധമില്ല. ഞാൻ ഈ വീഡിയോ, ഈ ലോങ് വീഡിയോ എന്ന് കുറച്ച് ഇച്ചിരി 1-2 മിനിറ്റുകൾ കൂടുതൽ ചെയ്യുന്നത് അത് രേണുസുധിന് വേണ്ടിയിട്ടാണ്. കാരണം വേറൊന്നുമല്ല, രേണുസുധിയെ വെച്ചിട്ട് കണ്ടന്റ് ചെയ്യണ്ട എന്നും അവളുടെ ആഫ്റ്റർ ദ ക്യാൻസർ അല്ലെങ്കിൽ ക്യാൻസർ വന്നതിന് ശേഷം, ക്യാൻസർ ഡയഗ്നോസ് ചെയ്തതിന് ശേഷം അവളെ വെച്ച് കണ്ടന്റ് ചെയ്യരുതെന്ന് എനിക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആ കുട്ടി ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു സൈബർ അറ്റാക്കാണ് ഇപ്പോൾ അവൾക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ക്യാൻസറിന് മുമ്പ് ഓക്കെ ശരി, പക്ഷെ ക്യാൻസറിന് ശേഷം അത് ഓൺലൈൻ മാധ്യമത്തിലൂടെ റിവീൽ ചെയ്തതിന് ശേഷവും അവരെ അവർ ക്യാൻസർ പേഷ്യൻ്റ് അല്ല എന്ന് വരുത്തി തീർക്കാൻ ആർക്കാണ് ഇത്ര താല്പര്യം? തീർച്ചയായിട്ടും അതിന് ചുക്കാൻ പിടിച്ചിരിക്കുന്നത് ചെകുത്താന്റെ ജന്മമെടുത്ത ഷഫീന ബീവി എന്ന വെറും ക്രിമിനലാണ്, ബോൺ ക്രിമിനൽ. അവര് സമൂഹത്തിനെന്നല്ല അവരുടെ കുടുംബത്തിന് ഒരു ഉപകാരത്തെ എനിക്ക് തോന്നുന്നു അവരൊക്കെ ഫാമിലിയിൽ നിന്ന് പുറത്താക്കിയവരായിരിക്കണം മേ ബി. എന്തായാലും ഞാൻ ആ സബ്ജക്ട് അവർക്കുള്ള പണി 3-ാമത്തെ എപ്പിസോഡിൽ വരുന്നുണ്ട്. അത് അവരുടെ സീരീസ് സെപ്പറേറ്റ്. ഈ നല്ലൊരു കാര്യങ്ങൾ പറയുന്നതിനിടയ്ക്ക് ആ ശകുനപ്പഴയെ പിടിച്ച് ഞാൻ ഇതിനകത്ത് ഇടുന്നില്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അവർക്ക് എന്തൊക്കെയോ വൈരാഗ്യത്തിന്റെ പുറത്ത് ക്യാൻസർ വന്ന ഒരു പേഷ്യന്റിനെ മാക്സിമം ഇട്ട് ഹരാസ് ചെയ്യണം. അവർ പല ഹോസ്പിറ്റലും കയറി നിരങ്ങുന്നു. രേണു കൺസൾട്ട് ചെയ്ത പരിമല, കോട്ടയം മെഡിക്കൽ കോളേജ്, ഇവിടെയൊക്കെ അവർ ചെന്ന് മെഴുകി പലരെയും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. രേണുവിന് രോഗമില്ല അല്ലെങ്കിൽ രേണുവിന്റെ രോഗം കള്ളത്തരമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള രീതിയിൽ പലതും കാണിച്ചു കൂട്ടുന്നുണ്ട്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഷീ ഈസ് എ ബോൺ ക്രിമിനൽ. അവർക്ക് നല്ലൊരു ചികിത്സയുടെ ആവശ്യമുണ്ട്. അപ്പോൾ അതിനേക്കാളും അതിന് അവർ വലിയ ഡയലോഗുകളൊക്കെ അടിച്ചൊക്കെ വീഡിയോ ഒക്കെ ഇറക്കി വിട്ടിട്ടുണ്ട്. അതിനൊക്കെ മറുപടി ഞാൻ സെപ്പറേറ്റ് സ്പെഷ്യൽ ഷെഗുത്താൻ സ്പെഷ്യൽ എപ്പിസോഡ് ഞാൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ പറയാം. ഇപ്പോൾ ഇതിപ്പോൾ നമ്മുടെ രേണുവിൻ്റെ കാര്യം സംസാരിക്കട്ടെ. അപ്പോൾ രേണുവിൻ്റെ സെക്കൻഡ് കീമോ കഴിഞ്ഞു. അവൾ ഇപ്പോൾ ഫോൺസ് ഒന്നും അങ്ങനെ ഉപയോഗിക്കുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ആ ചേച്ചിയാണ് കൂടുതൽ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. വളരെ 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 വേഴ്സ്റ്റ് ആയിട്ടുള്ള കണ്ടീഷനിലൂടെയാണ് അവൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ക്യാൻസർ എന്ന് പറഞ്ഞ രോഗം നമ്മൾ ഒരിക്കലും നമ്മുടെ ദുസ്വപ്നങ്ങളിൽ പോലും ഒരു മനുഷ്യനും വരാൻ ആഗ്രഹിക്കാത്ത ഒരു പൈശാചികമായിട്ടുള്ള രോഗമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. തമാശയ്ക്ക് പോലും നിനക്ക് ക്യാൻസർ വന്ന് ചാവട്ടെ എന്ന് നമ്മൾ ആരോടും പറയത്തില്ല, അല്ലെ? എത്ര ദേഷ്യം ഉണ്ടെങ്കിലും നമ്മൾ തർക്കങ്ങളപ്പോൾ നീ പണ്ടാരടങ്ങി പോടാ എന്ന് നമ്മൾ പറയും. എന്നാൽ പോലും ഒരിക്കലും നീ ക്യാൻസർ വന്ന് ചാകും എന്ന് പറയില്ല. കാരണം അങ്ങനത്തെ ഒരു രോഗമാണത്. ഇപ്പോഴത്തെ ക്യാൻസറിൻ്റെ രീതി ഞാൻ എൻ്റെ കഴിഞ്ഞ റീലിൽ പറഞ്ഞ പോലെ അറിയില്ല. ഒരു തൊണ്ടവേദനയോ ഒരു വയറുവേദനയൊക്കെ ചെല്ലുമ്പോഴായിരിക്കും 4th സ്റ്റേജ് ക്യാൻസറാണ്, നിങ്ങളുടെ കാര്യം തീരുമാനമായി, നിങ്ങൾ അടുത്ത മാസം 2 മാസം കൂടെ നിങ്ങൾ ജീവിച്ചിരിക്കത്തുള്ളൂ. ഇതാണ് ക്യാൻസർ. മനുഷ്യനെ വെറും പുഴുവാക്കുന്ന ഒരു രോഗം. ഒന്നുമല്ല, ഈ രോഗത്തിൻ്റെ മുമ്പിൽ ഒന്നുമല്ല, നീയൊക്കെ വെറും പുഴുക്കളാണ്, അതുകൊണ്ട് നീയൊന്നും അധികം അഹങ്കരിക്കേണ്ട എന്ന് കാണിക്കുന്ന ഒരു രോഗമാണ് ക്യാൻസർ. മനസ്സിലായോ? അതായത് ഏത് മനുഷ്യർക്കും വരാം, രേണുസുധിക്ക് മാത്രമല്ല, ആർക്കും വരാം. ഈ കമന്റ് ഇടുന്നവളുമാർക്കും അവന്മാർക്കും ഒക്കെ വരാം. ഇപ്പോൾ കമന്റ് ഇടുന്ന സമയത്ത് ഇതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് ആർക്കറിയാം? ചെന്ന് പരിശോധിക്കുമ്പോൾ അറിയാം ആർക്കൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന്. ധൈര്യം ഉണ്ടെങ്കിൽ പോയി എന്നൊക്കെ പരിശോധിപ്പിക്കും. അപ്പോൾ രേണുസുധിയുടെ കേസിൽ എനിക്ക് വളരെ സങ്കടകരമായിട്ട് തോന്നിയൊരു കാര്യം, ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് രേണുസുധിയെ വിറ്റ് കാശാക്കിയ യൂട്യൂബറുമാരും ചെകുത്താൻ്റെ ടീമുകളും പിന്നെ കുറേ സൈബർ റോളുകളും ഉണ്ട്. അതിൽ ആനന്ദം കണ്ടെത്തിയവർ, അവരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് ആനന്ദമായിരുന്നു. രേണു പക്ഷെ അതിനനുസരിച്ച് വളർന്നു. അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഒരു ബിഗ് ബോസിലെത്തി. അവരുടെ കരിയറിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന സമയത്താണ് അവർക്ക് ക്യാൻസർ 3rd സ്റ്റേജ് ഡയഗ്നോസ് ചെയ്തത്. ആ 3rd സ്റ്റേജ് ഡയഗ്നോസ് ചെയ്തപ്പോൾ എന്നെ വിളിച്ച് പൊട്ടിക്കരഞ്ഞ രേണുവിനെ എനിക്കറിയാം. അത് ഇന്നും എൻ്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. എനിക്ക് ക്യാൻസർ ആടി, എൻ്റെ റിത്തപ്പൻ, ഞാൻ മരിച്ചാൽ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ എൻ്റെ റിത്തപ്പൻ എന്ത് ചെയ്യും, അവൻ എന്ത് ചെയ്യും, അവൻ അച്ഛൻ പോലും ഇല്ല, ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു അമ്മയുടെ വേദനയാണ് ഞാൻ അവിടെ നിന്ന് കണ്ടത്. മനസ്സിലായോ? അപ്പോൾ അത് ഒരിക്കലും ഇപ്പം രേണു കരിയറിന് പീക്കി നിൽക്കുന്ന സമയത്ത് ലോകത്ത് ആരെങ്കിലും, ബോധമുള്ള ആരെങ്കിലും ഞാനൊരു ക്യാൻസർ ഇല്ലാത്ത ക്യാൻസർ ഉണ്ടാക്കിയിട്ട് പറയണം എനിക്ക് ക്യാൻസർ ആ ബ്രസ്റ്റിൽ, എൻ്റെ മുടികളൊക്കെ പോകും, എനിക്ക് കീമോ കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എൻഗേജ്മെൻറ്റും കല്യാണവും ആയി, അല്ലെങ്കിൽ എനിക്ക് IAS കിട്ടി, ഞാൻ ഡോക്ടറേറ്റ് എടുത്തു എന്ന് പറയുന്നത് പോലാണോ എനിക്ക് ക്യാൻസർ ഉണ്ട് എന്ന് പറയുന്നത്? പിന്നെ ക്യാൻസർ എടുത്ത് ബെഗ് ചെയ്യേണ്ട ആവശ്യം രേണുവിനില്ല. കാരണം എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന് ശേഷം ബിഗ് ബോസ് താരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ള ആൾ രേണു തന്നെയായിരുന്നു. അതുകൊണ്ട് അവസരങ്ങൾക്ക് ഒരു കുറവും അവർക്കുണ്ടായിട്ടില്ല. ആരുടെ മുമ്പിൽ തെണ്ടണ്ടിയും വരാതെ അന്തസ്സായിട്ട് ഒരു പണിയെടുത്ത് തന്നെയാണ് ജീവിച്ചത്. സബ്സ്ക്രിപ്ഷൻ ആയിക്കോട്ടെ, ആൽബം ആയിക്കോട്ടെ, ഇനി സിനിമ ആയിക്കോട്ടെ, അവർ പണിയെടുത്ത് തന്നെയല്ലേ ജീവിച്ചത്.
ആരെയും ബുദ്ധിമുട്ടിക്കാനോ ആർക്കൊരു പേഴ്സണൽ മെസ്സേജ് പോലും എൻ്റെ അറിവിൽ രേണു ഇട്ടിട്ടില്ല. അതായത് ജനങ്ങളോടാണ് പറയുന്നത്, സാധാരണ ജനങ്ങളോട്. എന്നിട്ടും അവർക്കൊരു രോഗം വളരെ മൂർധന്യാവസ്ഥയിലാണ്, ഒരു ഫസ്റ്റ് സ്റ്റേജ് പോലും അല്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മുടെ നാട്ടിൽ ക്യാൻസർ രോഗികൾ ജീവിക്കുന്നതിന് സൈബറോളികൾക്കൊരു മാനദണ്ഡമുണ്ട്. ആ സൈബറോളികളിൽ സാധാരണ കുറച്ചധികം ജനങ്ങളും പെടുന്നുണ്ട് കേട്ടോ. അതായത് ക്യാൻസർ എനിക്ക് വന്ന കമന്റ് കൊണ്ടാണ് ഞാനത് മനസ്സിലാക്കിയത്. കാരണം എൻ്റെ വീട്ടിൽ അച്ഛന് വന്നിട്ടുണ്ട്, എൻ്റെ സഹോദരന് വന്നിട്ടുണ്ട്, എൻ്റെ കൂടപ്പിറപ്പിന് വന്നിട്ടുണ്ട്, എനിക്ക് വന്നിട്ടുണ്ട്, എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ചിറ്റപ്പനും വലിയച്ഛനും ഒക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ആരും ഇങ്ങനെ കാണിച്ചിട്ടില്ലല്ലോ, ഞങ്ങൾക്ക് ആർക്കും ഇത്രയും പൈസ ആയില്ലല്ലോ. സി മമതാ മോഹൻദാസിന് അവർക്ക് ക്യാൻസർ വന്നിട്ടുണ്ട്, നമ്മുടെ മരിച്ചുപോയ ഇന്നസെന്റിന് ക്യാൻസർ വന്നിട്ടുണ്ട്, മണിയമ്പിള്ള രാജുവിന് ക്യാൻസർ വന്നിട്ടുണ്ട്. ഇവരുടെയൊക്കെ ചികിത്സാ രീതികൾ എങ്ങനെയാണെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടാണോ, അവർ ബോധ്യപ്പെടുത്തിയിട്ടാണോ അവർ ചികിത്സ നടത്തുന്നത്? രേണുവും ഷീ ഈസ് ആൻ ആർട്ടിസ്റ്റ്, അവരൊരു സെലിബ്രിറ്റി തന്നെയാണെങ്കിൽ നിങ്ങൾ എത്ര കുറച്ച് കാണിച്ചാലും രേണു ഒരു ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റി തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. നിങ്ങൾക്ക് അവരുടെ ആക്ഷൻസോ അല്ലെങ്കിൽ അവരുടെ ഡ്രാമയോ അല്ലെങ്കിൽ അവരുടെ മുഖമോ ഒന്നും ഇഷ്ടമല്ലെന്ന് കരുതിയിട്ട് അവരെ ഇഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് മലയാളികളുണ്ട്. അതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ അവരോട് നന്ദി പറയുകയാണ്. കാരണം ഞാനിട്ട് റീൽസിന് താഴേക്ക് ഒരു 90% പോസിറ്റീവ് കമൻ്റാണ്, രേണുവിനെ പ്രാർത്ഥിക്കുന്ന, രേണുവിനുള്ള പ്രാർത്ഥനകൾ, സന്തോഷം ഒക്കെയാണ്. അപ്പോൾ പിന്നെ ഇറങ്ങിയിരിക്കുന്ന അടുത്തൊരു വർഗം അതായത് മനുഷ്യാവകാശ പ്രവർത്തനം എന്ന പേരിൽ ഏതോ ഒരു വിവരാവകാശം കൊടുത്തിരിക്കുന്നത്രേ, രേണുവിന് ക്യാൻസർ ഉണ്ടോ എന്ന് ആരോഗ്യവകുപ്പ് കണ്ടെത്തി കൊടുക്കണം. ക്യാൻസർ ഉണ്ടോ എന്ന് കണ്ടെത്തി കൊടുത്തതിന് ശേഷം ജനങ്ങൾ, അതായത് ക്യാൻസർ പേഷ്യൻസിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു. രേണു എന്ത് തെറ്റിദ്ധാരണയാണ് ചെയ്തത് ക്യാൻസർ പേഷ്യൻസിനെ? രേണു അവർക്ക് മോട്ടിവേഷനിലേക്ക് കൊടുക്കുക. രേണു കരഞ്ഞു തൂങ്ങി മറ്റേ സെന്റിപ്പാട്ട് വിട്ട് റീൽ എടുക്കാതെ, രേണു ഡാൻസ് വിഗ് വെച്ച്, ഋത്തപ്പന്റെ സന്തോഷത്തിന് വേണ്ടി, അവളുടെ സന്തോഷത്തിന് വേണ്ടിയും അവള് വിഗ് വെച്ച്, അവള് ഈ പറയുന്ന പോലെ ഡാൻസ് കളിച്ചും അവളുടെ വേദന കടിച്ചമർത്തിക്കൊണ്ട് അവൾ ചിരിച്ചും കാണിച്ചതാണോ അവൾ ചെയ്ത തെറ്റ്? അപ്പോൾ കേരളീയർക്കൊരു നിർബന്ധമുണ്ട്, ക്യാൻസർ പേഷ്യൻസ് ഇന്ന വട്ടത്തിൽ കിടക്കണം. അതായത് അവരുടെ കോൺസെപ്റ്റ് അനുസരിച്ചുള്ള ക്യാൻസർ പേഷ്യൻ്റ് അല്ല രേണു. അതായത് നമ്മുടെ കേരളീയരുടെ കോൺസെപ്റ്റ്, എല്ലാവരും അല്ല, ഐ എം നോട്ട് ജനറലൈസിങ്. ഈ സൈബർ ഓളികളായിട്ടുള്ള നരാധവന്മാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇവിടെ ഈ സൈബർ ഇടങ്ങളിൽ നിന്നും ഈ വൃത്തികേടുകൾ വിളിച്ചു പറയുന്നവന്മാരെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്, ക്യാൻസർ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ റീൽസിൽ പറഞ്ഞ പോലെ സെന്റിപ്പാട്ടൊക്കെ ഇട്ട്, തേങ്ങിക്കരഞ്ഞ്, വിഷമപ്പാട്ടൊക്കെ ഇട്ട് ഒരു റീല്, അതിനുശേഷം റിക്കവർ ആകുകയാണെങ്കിൽ, മരിച്ചുപോയ പിന്നെ ഒന്നും പറയാനില്ല കേട്ടോ, RIP. അല്ല, അത് റിക്കവറായി വരികയാണെങ്കിൽ കുറേ മോട്ടിവേഷണൽ കോട്ട്സ് ഒക്കെ ഇട്ട്, മറ്റേ ഇതും കടന്നു പോകും, ഞാൻ വാഴുകിറേൻ ജീവിക്കിറേൻ എന്ന് പറഞ്ഞിട്ട് മറ്റേ വിക്രമത്തിലെയും അതുപോലുള്ള കുറെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ ഇട്ട് പിന്നൊരു റീല്. ഇതാണ് കേരളീയരുടെ ചട്ടം. എന്ത്? ക്യാൻസർ പേഷ്യൻസ് ഇങ്ങനെയും ജീവിക്കാൻ പാടുള്ളൂ. പാവ രേണുസുതി, അവൾ അതൊന്നും കേട്ടില്ല. അവൾ അവളുടെ സന്തോഷത്തിനായിട്ട്, അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ക്യാമറയുടെ മുമ്പിൽ ആടിപ്പാടുന്നതാണ്, അത് അവൾ ചെയ്തു. അതാണോ അവൾ ചെയ്ത തെറ്റ്? അവൾ അവളുടെ രോഗവിവരങ്ങളെല്ലാം ജനങ്ങളോട് പറഞ്ഞു, ഒന്നും മറച്ചു വയ്ക്കാതെ. അതാണോ അവൾ ചെയ്ത തെറ്റ്? പിന്നെ നിങ്ങൾ പറയുന്ന രീതിയിൽ, പറയുന്ന സ്റ്റൈലിൽ, പറയുന്ന കാര്യങ്ങൾ മാത്രം, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രം രേണുസുതി പറയണമെന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ് മക്കളെ? അപ്പോ ഒന്ന് മനസ്സിലാക്കുക, ക്യാൻസർ എന്ന് പറഞ്ഞത് ഭയങ്കര ഭീകരമായിട്ടുള്ള, ദയനീയമായിട്ടുള്ള ഒരു രോഗമാണ്. ആ രോഗം തമാശയ്ക്ക് പോലും ആർക്കും വരണമെന്ന് ലോകത്ത് ഹൃദയത്തിൽ ദയയുടെ കണികയുള്ള ഒരു മനുഷ്യനും ആഗ്രഹിക്കില്ല, തനിക്കും മറ്റുള്ളവർക്കും. അപ്പൊ അത് ഇല്ലാത്ത സാത്താന്റെ പ്രതിരൂപങ്ങളായ ഷഫീന ബീവിയും ടീമും അത് തുടരട്ടെ. അവർക്കുള്ള കുന്തവും വാളും പരിചയമൊക്കെ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്, ഞാനും ഞങ്ങളുടെ കുറേയധികം ടീമുകളും. അത് ഞങ്ങളുടെ ടീമിലേക്ക് ഒരുപാട് ആൾക്കാർ വന്ന് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവര് ജീവിതം തകർത്ത, ഷഫീന ബീവി ജീവിതം തകർത്ത, ഒരുപാട് ട്രോമയിലേക്ക് തള്ളിവിട്ട ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും, മരിക്കാതെ ആത്മഹത്യയുടെ വക്ക് വരുത്തിയ ആൾക്കാർ ഈ ഷഫീന ബീവി മൂലം, അവരുടെ വീഡിയോസ് മൂലം, ഇതിനെല്ലാം അവരനുഭവിക്കും. ഈ വർഷം തന്നെ അവരനുഭവിക്കും. അത് ഞാൻ മറ്റേ പ്രാഗിയതല്ല, നിയമത്തിന്റെ ഭാഷയിലാണ് പറയുന്നത്, മനസ്സിലായോ? അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ എനിക്ക് ജനങ്ങളോട് പറയാനുള്ളതും, ഈ വിവരാവകാശം പിടിച്ചവനോട് പറയാനുള്ളത്, നീ ഒരു കാര്യം ചെയ്യും. ഒരുപാട് 13 വയസ്സും 14 വയസ്സും 10 വയസ്സും 3 വയസ്സുള്ള കുഞ്ഞുങ്ങളെ റേപ്പ് ചെയ്തവന്മാരുണ്ട്. അവനെയൊക്കെ എന്തുകൊണ്ട് തൂക്കിക്കൊല്ലുന്നില്ല? ഗോവിന്ദച്ചാമി, സൗമ്യയെ റേപ്പ് ചെയ്ത് ഗോവിന്ദച്ചാമി കിടപ്പുണ്ട് ജയിലിൽ, അവനെ എന്തുകൊണ്ട് തൂക്കിക്കൊല്ലുന്നില്ല? ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വിവരാവകാശം കൊടുക്കടാ, വിവരമില്ലാത്തവനെ. ഒരാൾക്ക് ക്യാൻസർ രോഗമുണ്ടോ എന്ന് കേരള ജനതയെ കാണിച്ചിട്ട് ആ പേഷ്യന്റിന് എന്ത് കിട്ടാനാണ്? രേണു എന്തായാലും പണപ്പിരിവ് നടത്തുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആ വിഷയം ഇപ്പൊ അവിടെ ആവശ്യമില്ല. അപ്പൊ രേണു തന്നെ നേരിട്ട് വന്നാൽ പറയാം, എൻ്റെ അക്കൗണ്ട് നമ്പർ സൈഡിൽ കൊടുത്തിട്ട്, ഇതെന്റെ അക്കൗണ്ട് നമ്പറാണ്, എനിക്ക് ചികിത്സാ സഹായം എന്ന് പറഞ്ഞൊരു പണം രേണു ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പൊ പോരെ, ഇത് വെറുതെ പടത്ത് വിടുകയാണ്. രേണു പൈസ വെട്ടിക്കുന്നു, ക്യാൻസർ സ്കാം നടത്തുന്നു അത്രേ. എന്തുമാണ് നമ്മൾ സത്യത്തിലേ, എനിക്കിത് പറയുമ്പോൾ ഇത് ഞാൻ രേണുവിന് വേണ്ടി തന്നെ ചെയ്തൊരു സാധനമാണ്. കാരണം
ഇതാരെയാണ് നമ്മൾ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടത്? എന്തിനു വേണ്ടിയിട്ടാണ് ഇവരിത് ചെയ്യുന്നത്? എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. രേണു ആരെയും ഇപ്പോഴും രേണു ഇവരെ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് അവരെ പോലൊരു സ്ത്രീയെ ജീവിതമാണോ മരണമാണോ എന്ന് ഉറപ്പില്ലാത്ത ആ ഒരു മനുഷ്യജന്മത്തിന് എന്തിനാണ് നിങ്ങളിങ്ങനെ പുറകെ നടന്ന് ആക്രമിക്കുന്നതെന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഈ കമന്റുകൾ അത് വേണമെങ്കിൽ വന്നൊന്ന് താഴെ കമന്റ് ചെയ്യുക. പക്ഷെ ഒന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു, രേണു ഇനി ആടും പാടും. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അവരുടെ ഇഷ്ടമാണ്. ഒരുപാട് ക്യാൻസർ പേഷ്യൻസിന് അതൊരു മോട്ടിവേഷൻ ആയിരിക്കും. അവർക്കിങ്ങനെ ചെയ്യാൻ പറ്റും. അല്ലാതെ ആ വേദനയിലും അവരത് സന്തോഷിക്കാൻ ശ്രമിക്കും. എനിക്കിത് ചെയ്യാം, എനിക്കിത് പറ്റുമെന്നുള്ളത്. തളർന്നു കുത്തി കിടന്നാൽ അങ്ങനെ ബെഡ് റിഡനായിട്ട് കിടക്കത്തേ ഉള്ളൂ. എല്ലാ രോഗവും അങ്ങനെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് രേണു, എനിക്ക് നിന്നോട് പറയാനുള്ളത്, ഇനിയും നീ പാടുക, ഡാൻസ് ചെയ്യുക, ഒരുപാട് ശക്തിയോടുകൂടി തിരിച്ചു വരിക. തളർന്നു പോകരുത് ഒരിക്കലും. നിന്നെ സ്നേഹിക്കുന്ന, നീ പഴയ രേണുവായിട്ട് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ കേരളത്തിൽ. അത് നീ അറിയുക. അറിയുക കുഞ്ഞെ, അറിയുക. ഓക്കെ, നന്ദി.